കോതമംഗലത്തെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ മന്ത്രവാദ സാധ്യതയും പരിശോധിക്കുന്നു. രണ്ടാനമ്മയെ മാത്രമാണ് നിലവിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയിട്ടുള്ളതെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. മുൻപ് അനീഷയെ മന്ത്രവാദ ചികിത്സ നടത്തിയ നൌഷാദ് കസ്റ്റഡിയിലുണ്ടെന്നും SP വ്യക്തമാക്കി. രണ്ടാനമ്മ അനീഷയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഉത്തർപ്രദേശ് സ്വദേശിയായ അജാസ് ഖാന്റെ മകൾ മുസ്കാനെയാണ് കഴിഞ്ഞ ദിവസം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ഈ കേസിൽ നേരിട്ട് ഇടപാട് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇതിന് മുമ്പ് കൊറിയാത്തവൻ ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ സ്ത്രീനെ ഈ നൌഷാദിൻ്റെ വീട്ടിൽ 2-3 തവണ കൊണ്ടുപോയിട്ടുണ്ട് കൺസൾട്ടേഷനൊക്കെ വേണ്ടി. സോ അന്നേ ഈ നൌഷാദ് ഈ സ്ത്രീനെ പറഞ്ഞു ഈ സ്ത്രീയുടെ ശരീരത്തിലൊക്കെ 3 ബാധ ഉണ്ട്. സോ ആ ബാധയിൽ 3 ബാധയിൽ 2 ബാധ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. ഒരു ബാധ മാത്രം ബാക്കിയാണ്. സോ അത് നമ്മൾ അന്വേഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഡ്രഗ്സ് ആൻഡ് മാജിക്സ് ആക്ട് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭർത്താവിൻ്റെ പ്രസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഈ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ കൺഫെഷനിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ബാക്കി എല്ലാ തെളിവുകൾ മാച്ചിങ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് സ്ത്രീനെ ഈ അലി അക്ബർ ഷാ നമുക്കൊപ്പം എത്തുന്നു. അലി അക്ബർ ഷാ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവർ ഈ കൊലപാതകത്തിലേക്ക് പോയത് എങ്ങനെയാണ്? അതിന് പിന്നിൽ മന്ത്രവാദത്തിന്റെ ഒരു കണക്ഷൻ കൂടിയുണ്ടോ? വളരെ ഞെട്ടിക്കുന്ന വിവരമായിരുന്നു കോതമംഗലത്തെ ഈ 6 വയസ്സുകാരിയായ മുസ്കാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. രണ്ടാനമ്മയായ അനീഷ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്. ഈ കുട്ടിയുടെ പിതാവായിട്ടുള്ള അജാസ് ഖാന് ഈ കൊലപാതകത്തിന് അറിവുണ്ടായിട്ടില്ല, പങ്കുണ്ടായിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൽ ഉയർന്നു കേട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളൂ എന്നതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നൌഷാദ് എന്ന് പറയുന്ന ദുർമന്ത്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളെ പോലീസ് ആ ഘട്ടത്തിൽ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾ ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യം ഈ അജാസ് ഖാന്റെ ഈ പെൺകുട്ടിയുടെ കൊലപ്പെടുത്തിയിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ രണ്ടാനമ്മയായിട്ടുള്ള അനീഷയ്ക്ക് ശരീരത്തിൽ ബാധ കയറാറുണ്ടായിരുന്നു എന്ന നിലയിലുള്ള പ്രതികരണം അജാസ് ഖാന്റെ ഭാഗത്തുനിന്ന് തന്നെ നേരത്തെ തന്നെ നാട്ടുകാരോട് ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല തവണകളിൽ ഈ നൌഷാദിന്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് വേണ്ടി ഈ ഭാര്യയെ അജാസ് ഖാൻ കൊണ്ടുപോയിട്ടുമുണ്ട്. ആലുവ റൂറൽ SP പറഞ്ഞതനുസരിച്ച് ഇത്തരത്തിൽ 2 തവണ മുൻപ് ഈ നൌഷാദിന്റെ ട്രീറ്റ്മെന്റ് ഈ യുവതി തേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന ആദ്യഘട്ടം മുതൽക്കേ തന്നെ പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ പോലീസ് ഉറപ്പിച്ചു പറയുന്നത് ഈ മുസ്കാന്റെ കൊലപാതകത്തിൽ അത്തരത്തിലൊരു ദുർമന്ത്രവാദ സാധ്യത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മുൻപ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ നൌഷാദിനെ ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് പോലീസ്. ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ മറ്റു പല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പല ആളുകളുടെയും സ്ത്രീകളുടെയും ചിത്രം ലഭിച്ചിട്ടുണ്ട്. ഈ സ്ത്രീകളെ ബന്ധപ്പെട്ട് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന നടപടി കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ രണ്ടാനമ്മയായ അനീഷ മാത്രമാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. അതിദാരുണമായ സംഭവം തന്നെയാണ് കോതമംഗലത്തെ ഈ മുസ്കാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. നാട്ടുകാരെല്ലാം തന്നെ വലിയ ഞെട്ടലിലാണ്. ഈ പിതാവ് അജാസ് ഖാൻ ഉൾപ്പെടെ വലിയ ഞെട്ടലിലാണ്. ഈ യുവതിയായിട്ടുള്ള അനീഷയുടെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായിരുന്ന അവരുടെ മൊഴി നൽകലുമായി ബന്ധപ്പെട്ട് അത് നേരിട്ട് കണ്ടതുമായി ബന്ധപ്പെട്ട് വലിയ നാടകീയ രംഗങ്ങളായിരുന്നു ഈ മൊഴിയെടുപ്പിനിടെ ചോദ്യം ചെയ്യലിനിടെ ഉണ്ടായത് എന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. താനല്ല കൊല ചെയ്തത്, തന്റെ ശരീരത്തിലുള്ള ബാധയാണ് ഇത്തരത്തിൽ കൊല ചെയ്തത് എന്ന നിലയിലുള്ള പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ അനീഷയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇവർ കൊലപാതകം താൻ നടത്തിയെന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ നൌഷാദിനെ നിലവിൽ കസ്റ്റഡിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. മറ്റേതെങ്കിലും നിലയിലുള്ള ഇടപെടലുകൾ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. മറ്റാരുടെയെങ്കിലും കാര്യത്തിൽ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദ ഇടപെടലുകൾ ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമായി തന്നെ വിശദമാകുന്ന നിലയിലുള്ള പരിശോധനയിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. സുജയ. ഓക്കെ, അലി അക്ബർ ഷാ, ഈ വാർത്തയുടെ തുടർ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട്.